ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് രാവിലെ കോളേജിൽ പോകണ്ടാത്തത് കൊണ്ട് ഞാൻ ലേറ്റായിട്ടാണ് ഗെയ്സ് എണീറ്റത്. ഏതാണ്ട് 9:45 അടുപ്പിച്ചായി എണീറ്റപ്പോൾ. എഴുന്നേറ്റ് പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ പക്കറുക്കുട്ടൻ അവിടെ കിടക്കുന്നത് കണ്ടത്. പക്കറുക്കുട്ടൻ വാലാട്ടി മാത്രമേ ചെയ്തോളൂ ഗൈസ്. അതിൻ്റെ വിഷമം എനിക്കുണ്ട്. പക്ഷെ അവനെ മൈൻഡ് ചെയ്തതേ ഇല്ല ഗൈസ്. കണ്ടോ അവനാ കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മുഖമൊക്കെ കഴുകി നല്ല സുന്ദരിയായിട്ട് വന്നു ഗെയ്സ്. എന്നിട്ടുള്ള എൻ്റെ ഈ ലുക്കാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ട് ഗെയ്സ്, നിങ്ങൾ തന്നെ പറയൂ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും പോലെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കുകയാണ് ഗെയ്സ്. നോക്കിയപ്പോൾ എനിക്ക് തിന്നാൻ പറ്റിയതൊന്നും അതിനകത്തില്ല, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനതങ്ങ് അടച്ചു കഴിഞ്ഞിട്ട് എൻ്റെ മിററിലേക്ക് പോയി ഉള്ള കുറച്ച് ഷോകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോഴേക്കും എൻ്റെ ഇമ്മച്ചി കാപ്പി എടുത്ത് വെച്ചു. ചപ്പാത്തിയായിരുന്നു ഗെയ്സ്, ചപ്പാത്തിയും കിഴങ്ങ് കറിയും. അതൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടെ ചായയും ഉണ്ട്. അങ്ങനെ ചപ്പാത്തിയും കിഴങ്ങ് കറിയുടെ കൂട്ടി കഴിച്ചു. നല്ലതായിരുന്നു ഗെയ്സ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ പൂച്ചയ്ക്ക് കുറച്ച് ഇട്ട് കൊടുത്തു. പക്ഷേ പൂച്ച എന്നെ കണ്ട ഉടനെ ഒരു ഓട്ടം ഓടി ഗെയ്സ്. അത് കഴിച്ചില്ല. അതിന് എന്തോ പേടിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങളുടെ വീട്ടിലിവിടെ ഉള്ള പൂച്ചയാണ് ഗെയ്സ്, എന്താണെന്നറിയില്ല, അതിനൊരു പേടി. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഇമ്മച്ചി വാപ്പാക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ ഇമ്മച്ചി ചമ്മിപ്പോയി ഗെയ്സ്. ഇമ്മച്ചി ഒരു ഓട്ടോ നോക്കിയതാണ്, പക്ഷേ ഇത് വന്നില്ല. എന്ത് ചെയ്യാനാണ് ഗെയ്സ് ഉമ്മച്ചിയുടെ ഒരു അവസ്ഥയെ. അപ്പോഴാണ് ആ കള്ളിപ്പൂച്ച അങ്ങോട്ട് ഓടിയത്. അങ്ങനെ ഉമ്മച്ചി തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നടന്നു കഴിഞ്ഞിട്ട് ഉമ്മച്ചി ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ട്യൂഷൻ കുട്ടി വന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് കഴിക്കുകയാണ് ഗെയ്സ്. ഏതാണ്ട് 1 മണി അടുപ്പിച്ചായി ചോറ് കഴിക്കാൻ എടുത്തപ്പോൾ. ചോറ്, ബീട്രൂട്ട്, മീൻ ഫ്രൈ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടി ഞാൻ ഇങ്ങനെ പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ ക്ലീനാക്കി. അതൊക്കെ കഴിച്ച് ഇത്രയും ഞാൻ കഴിച്ചോളൂ ഗെയ്സ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് 4 മണിയായപ്പോഴേക്കും ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വന്നു. കുളിച്ച് സുന്ദരിയായിട്ട് വന്ന് നിൽക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്, സൂപ്പർ അല്ലേ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞുള്ള എൻ്റെ കുറച്ച് ഷോകളാണ് നിങ്ങളീ കാണുന്നത്. ഇതൊക്കെ ഒരു രസം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു സന്ധ്യയ്ക്ക് ഒരു 6 മണിയായപ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. എങ്ങനെയുണ്ട്? ഇതാണ് എൻ്റെ വീട്ടിലെ എൻ്റെ ഉമ്മായുടെ ഉമ്മായും എൻ്റെ ഉമ്മായുമാണ് ഗെയ്സ് അവിടെ ഇരിക്കുന്നത്. രണ്ടുപേരും നിസ്കരിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 8 മണിയായപ്പോഴേക്കും ഞാൻ കുറച്ച് പൊട്ടറ്റോകൾ എടുത്ത് കുറച്ച് സാധനങ്ങൾ ചെയ്ത് എന്തൊക്കെയാണോ എന്തോ അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞൊരു ഞങ്ങളുടെ കുറച്ച് TV കാണലും അങ്ങനെ കുറച്ച് പരിപാടികളാണ് നിങ്ങളീ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഒരു 10, 10:30, 11 മണിയായി ഗൈസ്. ആ സമയത്താണ് ഞാൻ കിടക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ റൂമൊക്കെ വിരിച്ച് ക്ലീനാക്കി അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കിടക്കാനുള്ള ഒരുക്കത്തിലാണ് ഗെയ്സ്. അങ്ങനെ 11 മണിയൊക്കെ ആയി ആ ടൈം. അപ്പോൾ പിന്നെ കിടക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ എൻ്റെ റൂം ക്ലീനാക്കി. ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് നല്ലപോലെ ചീവി കൈ കൊണ്ട് തന്നെ